2026 ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ജയിലിൽ അടയ്ക്കുമെന്ന് ബി.ജെ.പി. നേതാവ് സുവേന്ദർ അധികാരി പറഞ്ഞതാണ് വിഷയം. സന്ദേശ് ഖാലിയിലെ സ്ത്രീകളോട് മമത നീതികേട് കാണിച്ചുവെന്നും തൃണമൂൽ നേതാക്കൾക്കെതിരെ കേസ് നൽകിയ സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ മമതയെ ജയിലിൽ അടയ്ക്കുമെന്നുമാണ് സുവേന്ദ് അധികാരി പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 30-ന് മമതാ ബാനർജി സന്ദേശ് ഖാലി സന്ദർശിച്ചിരുന്നു. തുടർന്ന് മേഖലയിലെ ജനങ്ങൾ പണം നൽകി വഞ്ചിക്കപ്പെട്ടു എന്നാണ് പ്രതിഷേധങ്ങളെ പരാമർശിച്ച മമത പറഞ്ഞത്. ഇതിനു മറുപടിയായിട്ടായിരുന്നു മമതയെ ജയിലിൽ അടയ്ക്കുമെന്നും ഇത് ഉറപ്പായും നടന്നിരിക്കുമെന്നും സുവേന്ദു അധികാരി ആണയിട്ട് പറഞ്ഞത്. ബി.ജെ.പി. 2026 അധികാരത്തിൽ വന്നാൽ സന്ദേശ് ഖാലി വിഷയം അന്വേഷിക്കാനായി ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കും. പ്രതിഷേധിച്ച സ്ത്രീകൾക്കെതിരെ കേസെടുത്തതിന് മമതയെ ജയിലിൽ അടയ്ക്കും എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. തൃണമൂൽ സർക്കാർ സ്ത്രീകൾക്ക് നേരെ വ്യാജ കേസുകൾ രേഖപ്പെടുത്തുകയാണെന്നും മമതയുടെ സന്ദർശനം വെറും ദുരുദ്ദേശങ്ങൾ കൊണ്ട് മാത്രമാണുള്ളതെന്നും സുവേന്ദു പറഞ്ഞു. സന്ദേശ് ഖാലിയിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും നേരെ മമത വലിയ ഗൂഢാലോചനയാണ് നടത്തിയതെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. തൃണമൂലിൽ നിന്നും സന്ദേശ് ഖാലി പിടിച്ചെടുക്കുമെന്നും സുവേന്ദു കൂട്ടിച്ചേർത്തു. ഷാജഹാൻ ഷെയ്ഖിനെ പോലുള്ള തൃണമൂൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധിച്ചതിന് പ്രദേശത്തെ സ്ത്രീകൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്താൻ മമതാ ബാനർജി ഗൂഢാലോചന നടത്തിയെന്നും സുവേന്ദു അധികാരി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി സന്ദേശ് ഖാലി സംഭവത്തിന് പിന്നിൽ ഒരു കള്ളക്കളി നടന്നതായി ആരോപിച്ചിരുന്നു. പണം ഉപയോഗിച്ചാണ് അത് നടത്തിയതെന്ന് തനിക്ക് അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. ഇതെല്ലാം നുണയാണെന്ന് ആളുകൾക്ക് പിന്നീട് മനസ്സിലായി. സത്യമൊടുവിൽ പുറത്തു വന്നു. ഇവയെല്ലാം പഴയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും മമത തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാനും പ്രാദേശിക തൃണമൂൽ നേതാക്കളെ ലൈംഗിക അതിക്രമ കേസിൽ കുടുക്കുവാനും സുവേന്ദു അധികാരി ഗൂഢാലോചന നടത്തി സ്ത്രീകൾക്ക് പണം നൽകി കെട്ടിച്ചമച്ചതാണ് സന്ദേശ് ഖാലി സംഭവമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണത്തിന് തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബസിർഘട്ട് ലോക്സഭാ സീറ്റിൽ TMC വിജയിച്ചു. ബി.ജെ.പിക്ക് തിരിച്ചടിയും കിട്ടി. ഇതിൽ നിന്നും മനസ്സിലാക്കാം ജനങ്ങൾക്ക് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ബോധമുണ്ടെന്ന്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.